ഹലോ, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് ഞാൻ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്ന, അതായത് റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്നാണ്. വാങ്ങിക്കും, തീരും, പിന്നെയും വാങ്ങിക്കും, അങ്ങനെ എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ക്രേസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ്സാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആൻഡ് ഇതിലെൻ്റെ ഏറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. എത്രയോ തവണ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതെൻ്റെ വിഷ് കെയറിൻ്റെ ബോഡി ലോഷനാണ്. ഇതിനകത്ത് SPF ഉണ്ട്. ആൻഡ് SPF 50 PA++ ഉള്ള ഈ ഒരു പ്രോഡക്റ്റ് UVA UVB പ്രൊട്ടക്ഷൻ തരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വന്ന് കയ്യിൽ ഇതുപോലെ പമ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. എനിക്കെന്തോ ഈ ഒരു പ്രോഡക്റ്റ് വളരെ ഇഷ്ടമാണ്. ഞാനിത് എത്രയോ തവണ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന് മുമ്പ് എൻ്റെ പല വീഡിയോസിൽ ഇത് 1, 2, 3, 4 തവണ ഞാൻ കാണിച്ചത് കണ്ടിട്ടുണ്ടാവും. അതെ, ഇതെൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഇതിന് ഞാൻ കൊടുക്കുന്ന സ്റ്റാർ 5/5 ആണ്. നല്ല രീതിയിൽ ഡ്രൈ ആവുന്ന ഒരു കൈയാണ് എൻ്റെ കൈ എന്ന് പറയുന്നത്. ഞാൻ ഇതിനെ കുറച്ചെങ്കിലും ഡ്രൈ അല്ലാതെ ആക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇത് എൻ്റെ സ്കിന്നിൻ്റെ ലൈഫ് സേവർ പ്രോഡക്റ്റാണ് കേട്ടോ. രണ്ടാമത് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മളൊരു 25 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരും. നമ്മുടെ ഫൈൻ ലൈൻസും കാര്യങ്ങളും, മുഖം ചെറിയ രീതിയിൽ ചുളിഞ്ഞ് കുറച്ച് ഏജ് തോന്നുന്ന പോലെ തോന്നി തുടങ്ങും. സോ അതിനു മുന്നേ തന്നെ നമ്മൾ 25 വയസ്സാകുന്ന ഒരു സമയം തന്നെ നമ്മൾ സ്കിൻ കെയറിൽ ഒരു റെറ്റിനോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഞാൻ ഉപയോഗിക്കുന്ന റെറ്റിനോൾ ഈ ഒരു ഫോക്സ്ടെയിലിൻ്റെ റെറ്റിനോളാണ്. ഇതിന് അകത്തുള്ള ഇൻഗ്രീഡിയൻറ്റ് അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. കാരണം എല്ലാ സ്കിന്നിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെറ്റിനോളാണ് ഇത്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് വിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ മോയ്സ്ചറൈസർ ഇടാൻ എന്തായാലും മറക്കരുത്. കാരണം നമ്മൾ രാത്രി ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പകലൊരിക്കലും ഒരു റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടില്ല. റെറ്റിനോൾ രാത്രി മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് വീക്ക്ലി എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. വീക്ക്ലി 1, 2 തവണ മാത്രം ഒരു റെറ്റിനോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ഞാൻ ഈ ഒരു റെറ്റിനോൾ ആദ്യം തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ആൻഡ് അങ്ങനെ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാ ദിവസവും റെറ്റിനോൾ ഉപയോഗിച്ചു. 3 ദിവസം അടുപ്പിച്ച് റെറ്റിനോൾ രാത്രി ഉപയോഗിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വെയിലത്തല്ലേ പോകുന്നത്. അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ സ്കിന്ന് ചെറിയ രീതിയിൽ ഡാമേജ് ആയി തുടങ്ങി. അവിടെ ഇവിടെ ചുവന്ന കളറുകൾ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് പെയിനൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ റെറ്റിനോൾ എന്ന് പറയുന്നത്. സോ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഗ്യാപ്പ് ഇട്ടിട്ട് യൂസ് ചെയ്യണം. ആൻഡ് അപ്ലൈ ചെയ്ത ശേഷം മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. ആൻഡ് പിന്നെ പറയാനുള്ളത്, ഈ ഒരു ഫോക്സ്ടെയിലിൽ റെറ്റിനോൾ വർക്ക് ചെയ്യുന്നുള്ളതിന് ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ സ്കിന്ന്. നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കണ്ടറിയാൻ പറ്റും. എൻ്റെ സ്കിന്ന് എനിക്കിപ്പോൾ എൻ്റെ ഒരു സ്കിന്ന് എന്ന് പറയുന്നത് വളരെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ എനിക്ക് അത്ര എഫക്റ്റീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണ്. ഇതിന് എത്ര സ്റ്റാർ കൊടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 5/5 കൊടുക്കും. കാരണം ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതുപോലെ തന്നെ ഫോക്സ്ടെയിലിൻ്റെ മറ്റൊരു പ്രോഡക്റ്റാണ്. ഇത് ഒരു ഓവർനൈറ്റ് ഗ്ലോ സീറമാണ്, ഗ്ലോ മാസ്ക് ആണ്. ആൻഡ് ഇത് AHAയും PHAയും വരുന്ന ഒരു വൈറ്റമിൻ B5 ഒക്കെ വരുന്നൊരു പ്രോഡക്റ്റാണ്. കണ്ടില്ലേ, ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഷോർട്സ് കാണിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. ആൻഡ് ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇത് ഇതുപോലെ പമ്പുള്ളൊരു പ്രോഡക്റ്റാട്ടോ. ജസ്റ്റ് കണ്ട നിങ്ങൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, ഒരു തിക്ക് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. ഇത് നമ്മൾ ഫേസിൽ ജസ്റ്റ് ഒരു മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യുക. രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നൊന്ന് കഴുകിക്കളയാൻ നല്ല ഫോം ആൻഡ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സ്കിന്ന് കിട്ടും. ആൻഡ് ഒരിക്കലും നമ്മൾ ഇത് റെറ്റിനോൾ യൂസ് ചെയ്യുന്ന വീക്കിൽ യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഇതിന് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഈ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണെന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഞാനിതിന് 4.7/5 കൊടുക്കും. അടിപൊളി പ്രോഡക്റ്റാണ്. റിസൾട്ട് അസാധ്യ റിസൾട്ടാണ് കേട്ടോ. എനിക്ക് സ്കിന്നിന് നല്ല രീതിയിൽ ഡിഫറൻസസ് വന്നിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും തന്നെ ഞാൻ സ്റ്റാർ കുറച്ച് കൊടുക്കത്തില്ല. ഞാൻ പിന്നെ കാണിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇത് ഓട്ട്മീൽ എക്സ്ട്രാക്റ്റ് ഉള്ള ഒരു ക്ലെൻസറാണ് മിനിമലിസ്റ്റിൻ്റെ. ഇതെല്ലാ സ്കിന്നുകാർക്കും പറ്റും. ഇതിനൊരു പമ്പുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അയ്യോ കുറേ വേസ്റ്റ്. ആൻഡ് ഇത് നല്ലൊരു ക്ലെൻസർ, എന്തായാലും എനിക്ക് കഴുകണം. ഓക്കെ, നല്ലൊരു ക്ലെൻസറാണ്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിനെ എനിക്ക് ശരിക്കും സെറ്റഫിലൊരു ക്ലെൻസറായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കിന്നിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. 5/5 കൊടുത്തില്ലെങ്കിൽ നഷ്ടമാണ്. സോ ഈ ഒരു പ്രോഡക്റ്റിന് 5/5 ഞാൻ കൊടുക്കുന്നു. ഫോക്സ്ടെയിലിന് തന്നെ പ്രോഡക്റ്റ് വൈറ്റമിൻ C സിറം. നോർമലി നമ്മൾ കാണുന്ന വൈറ്റമിൻ C സിറംസ് എല്ലാം തന്നെ കുറച്ച് തിക്കായിരിക്കില്ല, ഭയങ്കര ലൂസായിട്ട് നമ്മൾ സ്കിന്നിലോട്ട് പെട്ടെന്ന് മേർജ് ആവുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു വൈറ്റമിൻ C നിങ്ങൾ കണ്ടോ, ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ആദ്യത്തെ ഈ ഏരിയയിൽ കുറച്ച് യെല്ലോ ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് എത്തുമ്പോൾ
എന്താവുന്നുണ്ട്, നല്ല പ്യുവർ ആയിട്ടാവുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സി, ഇതിനകത്തുള്ള വൈറ്റമിൻ സി ഏറ്റവും അറ്റത്തിരിക്കുന്നില്ല, ട്യൂബിൻ്റെ ഏറ്റവും അറ്റത്ത്, പമ്പിൻ്റെ ഏറ്റവും അറ്റത്തിരിക്കുന്ന വൈറ്റമിൻ സി ചെറിയ രീതിയിൽ ഓക്സിജനുമായിട്ട് ഓക്സിഡൈസ്ഡ് ആയി പോകുന്നതുകൊണ്ടാണ് കളർ ചേഞ്ച് വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ വൈറ്റ് കാണുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കി കണ്ടോ. ഓക്കെ, ഇതിന് എനിക്ക് ഒരേ ഒരു പോരായ്മ തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പമ്പിൽ നിന്ന് നമ്മളത് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പമ്പിൽ എന്താണെങ്കിലും ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരാൻ പോണത് ഒരു യെല്ലോയിഷ് കളറായിട്ടുള്ളൊരു പമ്പായിരിക്കും. അത് നമുക്ക് വേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അതാണ് എനിക്കൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇത് ഞാൻ കൊടുക്കാൻ പോകുന്നത് 4 ഔട്ട് ഓഫ് 5 ആണ്. ഞാൻ ഈ ഒരു വൈറ്റമിൻ സി ആണ് ഇപ്പോൾ രണ്ടാമതായിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സെയിം സാധനം. ഇത് തന്നെയാണ് ഞാൻ രണ്ടാമത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താ പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ വിച്ച് ഗിവ്സ് എസ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്, ആൻഡ് നല്ല രീതിയിലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്, ഒരു ബ്രൈറ്റനിങ് ഫീൽ കിട്ടുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കറിയാം, ഞാൻ സമ്മറിൽ നല്ല ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എൻ്റെ സ്കിന്ന് എനിക്ക് ഇതുപോലെ കൊണ്ടുനടക്കാൻ പറ്റുന്നത്. ഓക്കെ, ഓഗസ്റ്റ് 6 മുതൽ ഓഗസ്റ്റ് 11 വരെ ആമസോണിൽ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. 50% മുതൽ 80% വരെ വിലക്കിഴിവിൽ നമുക്ക് പല പ്രോഡക്ട്സും, അതായത് 1500-ലധികം ബ്രാൻഡുകളുടെ 4 ലക്ഷത്തിലധികം സ്റ്റൈലുകളിലുള്ള പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഇതൊരു നല്ലൊരു ടൈമാണ്. നിങ്ങൾക്ക് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ബൾക്കായിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. Stay tuned to our channel. Thank you so much for watching. Bye.